ഇന്ന് സമാനമായ ഹർജി തന്നെയാണ് KSADC കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും ഏറ്റ തിരിച്ചടി അന്വേഷിക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് അസ്വസ്ഥത എന്നുള്ള മറുപടി ചോദ്യത്തിൽ നിന്നും ഇവിടെ കാര്യങ്ങളുടെ കിടപ്പെന്താണെന്ന് മനസ്സിലായതുകൊണ്ടാകാം അവിടെ ഒരു ജൂറിസ്ഡിക്ഷന്റെ ആനുകൂല്യം പറ്റി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അവിടെയും മറ്റൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും മടിയിൽ കനമില്ലാത്തവന് എന്തിനാണ് ഭയപ്പാടെന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഈ ജൂറിസ്ഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ നടക്കുന്നത്? ഇപ്പോൾ SFIOയുടെ റെയ്ഡ്, അറസ്റ്റ് ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹം പരന്ന സമയത്താണ് ഇത്തരമൊരു നീക്കം നടന്നത്. അപ്പോൾ ഒരു വലിയൊരു നിയമസംഘം മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും കുറച്ച് കാര്യങ്ങൾ താമസിപ്പിക്കാം, കുറെ വിലങ്ങുനടികൾ അവിടെ ഇവിടേക്ക് ഇടാമെന്നല്ലാതെ ഈ കേസിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇവർക്കെല്ലാം എതിരെയുള്ള റെക്കോർഡ്സ്, ഇവർക്കെതിരെയുള്ള തെളിവുകൾ കോൺക്രീറ്റ് ആണ്. അതൊന്നും മാറ്റപ്പെടാനോ ഓൾട്ടർ ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും അപ്രോപ്രിയേഷൻ ചെയ്യാനോ നടത്താനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലെ അന്വേഷണം എവിടെ എത്തുമെന്ന് കൃത്യമായ ബോധ്യമുള്ളതാണ് ഞാൻ. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും താമസിപ്പിക്കാനും അറസ്റ്റ് വൈകിപ്പിക്കാനും ഒക്കെ സാധിക്കാം. പക്ഷേ ആത്യന്തികമായി ഈ കേസിൽ കുറ്റക്കാരായവർ നിയമത്തിന് മുമ്പിലെത്തും, പൊതുസമൂഹത്തിന് മുമ്പിലെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് താങ്കളുടെ ഒരു ആത്മവിശ്വാസം, പരാതിക്കാരൻ എന്ന രീതിയിൽ. പക്ഷേ കടമ്പകൾ വലുതാണല്ലോ ശ്രീ ഷോൺ ജോർജ്. ഈ അന്വേഷണം ഒരു തവണ സ്റ്റേ ചെയ്യപ്പെട്ടാൽ പിന്നെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. പിന്നെ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം അങ്ങനെ ബാംഗ്ലൂർ ഹൈക്കോടതിയാണെങ്കിലും വില കുറച്ച് കാണരുത്. കാരണം ഇവിടെ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല അതിനകത്ത് നിയമപരമായി ഈ വീണയുടെ റിസ്ക് നിലനിൽക്കില്ലാത്ത നിരവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ. വീണയുടെ റിസ്ക് അവിടെ നിലനിൽക്കാത്ത നിരവധി കാര്യങ്ങൾ നിയമപരമായുണ്ട്. അതെന്താണ്? അത് പ്രധാനപ്പെട്ട കാര്യം എന്താണ് ശ്രീ ഷോൺ ജോർജ്? താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാന് എതിർഭാഗം എടുക്കാൻ പോകുന്ന ഡിഫൻസ് ചാനൽ ചർച്ചയിൽ പറയുന്നത് ശരിയല്ലല്ലോ. അതായത് KSIDCക്ക് എന്താണോ ഹൈക്കോടതിയിൽ സംഭവിച്ചത് അത് കർണാടകത്തിൽ നിന്നുണ്ടാകുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? 100%. KSIDCക്ക് എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത് അത് തന്നെ അവിടെയും സംഭവിക്കുള്ളൂ. കോടതി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരാളെ കുറിച്ച് അറസ്റ്റ് അല്ലല്ലോ, ഒരു അന്വേഷണ ഏജൻസിക്ക് വേണ്ട രേഖകൾ വിളിച്ചു വരുത്തുവാനും അതിന് കൃത്യമായ ചോദിച്ചറിയാനുള്ള അവകാശമില്ലേ? ഇപ്പൊ ഇവരിത്ര നാളും പറഞ്ഞു ആരും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയന് എന്തുകൊണ്ട് ഇപ്പോൾ ഭയപ്പാടുണ്ടായി? അപ്പോ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നുള്ള ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണത്. മാത്രമല്ല KSADCക്കെതിരെ CMRലും നടത്തിയ KSRTCയും CMRലും നടത്തിയ റെയ്ഡിൽ വീണയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ എക്സാലോജിക്കിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അവർക്ക് ഇപ്പൊ ഈ ആകലത ഉണ്ടായത്. കാരണം 31-ാം തീയതി ഈ ഓർഡർ ഇറങ്ങിയതാണ്, മാധ്യമങ്ങളിലൂടെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 4 വർക്കിംഗ് ഡേ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും എക്സാലോജിക്കിന് ഈ ആകുലത ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് വന്ന് ഈ ആകുലത? അപ്പോ CMRനും KSADCനും ലഭിച്ച രേഖകൾ വീണയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ വിരൽ കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു. ഇപ്പോൾ താങ്കളുടെ ഒപ്പമുള്ള ശ്രീ K സുരേന്ദ്രന്റേതാണ്. അദ്ദേഹം ഈ ഹർജിയെ VD സതീശനുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ബന്ധപ്പെടുത്തൽ വരുന്നത്? അങ്ങനെ ഒരു ഒത്തുകളി എന്തിനാണ് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും BJP ഉന്നയിക്കുന്നത്? അത് ഈ ഘട്ടത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കണ്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും അതിനെ എന്താണെന്ന് അറിയാതെ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അല്ല, ഈ കർണാടകത്തിലേക്ക് കൊണ്ടുപോയതിനെ താങ്കൾ സംശയിക്കുന്നത് ഏത് രീതിയിലാണ്? എന്ത് തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്? കേരളത്തില് ഇത് സമാനമായ ഒരു ഹർജി നൽകി. അപ്പോ അത് കേരളത്തിന്റെ ഹൈക്കോടതി നിലനിൽക്കാത്തതുകൊണ്ട് ജൂറിസ്ഡിക്ഷൻ എന്നുള്ള ഒറ്റ ഔദാര്യം, അതായത് വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അപ്പൊ സ്വാഭാവിക ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് അവർക്ക് കർണാടക ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ബാംഗ്ലൂർ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ ആനുകൂല്യങ്ങൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇത് തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി ശരി.